ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ഹൈഡ്രോളിക് പമ്പിനകത്ത് വരുന്ന വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് പമ്പാണ് വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോനകത്ത് ഹൈഡ്രോളിക് പമ്പിനകത്ത് തന്നെ റോട്ടോഡൈനാമിക് പമ്പിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ ആ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫിഗർ ദെൻ അപ്പോൾ ഇത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. നമ്മൾ പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ബേസ് ചെയ്തിട്ടാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ റോട്ടോഡൈനാമിക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് വരുന്നതാണ് എന്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വരുന്നത്. സോ അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് നമ്മൾ അതിൻ്റെ യൂസ്, അതുപോലെ തന്നെ രണ്ട് പമ്പുകൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ എന്താണ് രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് പമ്പ്സിൻ്റെ ആവശ്യമില്ല. എന്താണ് ഒരേപോലത്തെ പമ്പ് യൂസ് ചെയ്താൽ മതി. നമ്മളൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് നമ്മളൊരു ലോ ഹെഡ് ആവശ്യമുള്ളിടത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറിഗേഷൻ പർപ്പസിന് വാട്ടർ സപ്ലൈ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ഹെഡ് റിക്വയർ ആയിട്ടുള്ളിടത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോയിൽ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ എന്താണ് ഇങ്ങനത്തെ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്താണെന്ന് നോക്കാം. It is a positive displacement pump. It creates a required lift and pressure by displacing liquid using a moving mechanical element called the plunger or piston housed inside the cylinder. Best suited for high pressure pumping required. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ ഫ്ലൂയിഡിനെ ലിഫ്റ്റ് ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പ്രഷറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മൂവിങ് മെക്കാനിക്കൽ എലമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു എൻജിനിലെ പോലെ ഒരു റെസിപ്രോക്കേറ്റിംഗ് എൻജിനകത്ത പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലങ്കർ അല്ലെങ്കിൽ പിസ്റ്റൺ സിമിലർ ടു റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ, ഒരു എൻജിനിലെ പോലെ തന്നെ ഒരു പിസ്റ്റൺ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിക്വിഡിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഹൈ പ്രഷർ റിക്വയർഡ് ആയിട്ടുള്ളിടത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ള കമ്പോണൻസ് വരുന്നത് പ്ലങ്കർ അല്ലെങ്കിൽ പിസ്റ്റൺ എന്ന് പറയാം. മൂവ്സ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ എ ക്ലോസ്ഡ് ഫിറ്റിംഗ് സിലിണ്ടർ. അപ്പോൾ എന്താണ് ഒരു സിലിണ്ടറിനകത്ത് ടു ആൻഡ് ഫ്രോ മോഷനാണ് ഈ ഒരു പ്ലങ്കറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ, അത് മീൻസ് എന്താണ് വാട്ടറിനെ സക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പ്ലങ്കർ യൂസ് ചെയ്യുന്നത്. പ്ലങ്കർ അല്ലാന്നുണ്ടെങ്കിൽ പിസ്റ്റൺ തന്നെ വിളിക്കാം. ദെൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് ഓൾറെഡി അറിയാം. എന്ത് ചെയ്യാനാണ് സക്ഷൻ, വാട്ടറിനെ സക്ക് ചെയ്തെടുക്കാനും അതിലൂടെ സമ്പ് മുതൽ സിലിണ്ടർ വരെ. അതുപോലെ തന്നെ എന്താണ് ഇനി ഡെലിവറി പൈപ്പ് എന്ന് പറയുമ്പോൾ സിലിണ്ടറിൽ നിന്ന് ഡിസ്ചാർജ് ടാങ്ക് വരെ കണക്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഡെലിവറി പൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിനെ ഡെലിവറി ചെയ്യാനാണ് ഡെലിവറി പൈപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ സക്ഷൻ വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ ഡെലിവറി വാൽവ്. അപ്പോൾ ഈ സക്ഷൻ വാൽവും ഡെലിവറി വാൽവും എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് നോൺ റിട്ടേൺ വാൽവ്സ് ആണ്. അപ്പോൾ സക്ഷൻ വാൽവ് യൂസ് ചെയ്യുന്നതിനായിരിക്കും സക്ഷൻ പൈപ്പിൻ്റെ ഒരു എൻഡിലായിരിക്കും, അതായത് സിലിണ്ടറിൻ്റെ സക്ഷൻ പൈപ്പിൻ്റെ ഇൻ ബിറ്റ്വീനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സക്ഷൻ വാൽവ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സോ അപ്പോൾ ആ സിലിണ്ടറിനകത്തേക്ക് വാട്ടർ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് അതിൻ്റെ ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ റിട്ടേൺ വാൽവ്, അതായത് വെള്ളം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ഇറങ്ങാതിരിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഈ നോൺ റിട്ടേൺ വാൽവ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി സിലിണ്ടറിൻ്റെ ഡെലിവറി പൈപ്പിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് എന്ത് ചെയ്യും ഡെലിവറി വാൽവ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ വാട്ടർ ഡെലിവറി ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിന് ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നോൺ റിട്ടേൺ വാൽവ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്തത് ക്രാങ്ക് കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ റോഡ്. അപ്പോൾ
ഇനി അതിൻ്റെ ക്രാങ്ക് മെക്കാനിസത്തിന് വരുന്നതാണ് ഈ 3 സാധനങ്ങൾ. സോ നമുക്ക് ഈ ഒരു പ്ലങ്കറിനെ റെസിപ്രോക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ക്രാങ്ക് ഉണ്ടാവും, എന്ത് ചെയ്യും, അതൊരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുന്നത്, ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ക്രാങ്ക് അതുപോലെ കണക്റ്റിംഗ് റോഡിന് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പിസ്റ്റണിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ക്രാങ്കിനകത്ത് വരുന്ന റൊട്ടേഷൻ മോഷൻ എന്താണ്, പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രാങ്ക് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും ഉണ്ടാവുക, ദെൻ പിസ്റ്റൺ ആണെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതിന് ഇൻ ബിറ്റ്വീനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണക്റ്റിംഗ് റോഡ് കൊടുക്കുന്നത്. തന്നെ അടുത്തത് പ്രൈം മൂവർ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ ടു ഇമ്പേർട്ട് ദ പവർ ടു ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു ഇലക്ട്രിക് മോട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈം മൂവറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു, പ്രൈം മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ എനർജീനെ യൂസ്ഫുൾ വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രൈം മൂവറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഈ ഒരു റെസിപ്രോക്കേറ്റിങ്ങിനകത്ത് തന്നെ എന്താണ്, നമുക്ക് സിംഗിൾ ആക്ടിങ് വരുന്നുണ്ട്, ഡബിൾ ആക്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സിംഗിൾ ആക്ടിങ് സിംഗിൾ സിലിണ്ടർ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. സോ പിന്നെ സിംഗിൾ സ്റ്റേജ് സിംഗിൾ ആക്ടിങ് സിംഗിൾ സിലിണ്ടർ പമ്പ് വെൻ ദ പ്ലങ്കർ മൂവ്സ് ഫ്രം IDC ടു ODC, അതായത് ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക, ഔട്ടർ ഡെഡ് സെൻറ്ററിലേക്ക് ഈ ഒരു പ്ലങ്കർ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിനകത്തൊരു പാർഷ്യൽ വാക്വം ഡെവലപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ഒരു കാണുന്നതാണ് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഫിഗർ. ദെൻ ഇവിടെ ഡബിൾ ആക്ടിങ്ങിൻ്റെ ഫിഗറാണ് കാണുന്നത്. സോ നമ്മളിപ്പോൾ സിംഗിൾ ആക്ടിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിസ്റ്റൺ ഇതിനകത്ത് ഈ IDC നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ODC വരുന്നത്. സോ ഇപ്പോൾ പിസ്റ്റൺ എന്താണ്, IDC നിന്ന് ODCയിലേക്ക് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത്. സിൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ടിങ് ഓൺ ലിക്വിഡ് സർഫസ്, ലിക്വിഡ് മൂവ്സ് അപ്പ് ത്രൂ സക്ഷൻ പൈപ്പ് ആൻഡ് ഫിൽ ദ സിലിണ്ടർ ആൻഡ് ദ സ്ട്രോക്ക് ഇസ് കോൾഡ് സക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ എന്താണ്, ഈ ഒരു പിസ്റ്റൺ IDC നിന്ന് ODCയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു സ്ട്രോക്കിനെയാണ് നമ്മൾ സക്ഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കുക. ഈ ഒരു സമയത്ത് എന്താണ്, നമ്മൾ ഈ ഒരു വാട്ടർ ലെവലിൻ്റെ മേലെ എപ്പോഴും എന്തായിരിക്കും, വാട്ടറിൻ്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വാക്വം, ഈ ഒരു സിലിണ്ടറിനകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു സക്ഷൻ പൈപ്പിലൂടെ വാട്ടർ സിലിണ്ടറിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ എന്താണ്, ഈ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു സക്ഷൻ വാൽവ് ഓപ്പൺ ആവും. ആ ഒരു വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നത്, സക്ഷൻ പൈപ്പ് വഴി സിലിണ്ടറിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോക്കിൻ്റെ പേരാണ് എന്ത്, സക്ഷൻ സ്ട്രോക്ക് വരുന്നത്. അറ്റ് എൻഡ് ഓഫ് ദി സക്ഷൻ സ്ട്രോക്ക് ദ സിലിണ്ടർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ലിക്വിഡ്. അപ്പോൾ എന്താണ്, ഈ ഒരു ODCയിൽ പിസ്റ്റൺ ODCയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഔട്ടർ ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു സിലിണ്ടർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടുണ്ടായിരിക്കും. ആൻഡ് ദ പ്ലങ്കർ മൂവ്സ് ടുവേർഡ്സ് ODC ടു IDC. എന്താണ്, പ്ലങ്കർ തിരിച്ച് മൂവ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു എഞ്ചിനകത്താണെങ്കിൽ എന്താണ്, സെക്ഷൻ കഴിഞ്ഞു അടുത്തത് കംപ്രഷൻ സ്ട്രോക്കാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡെലിവറി സ്ട്രോക്ക് എന്നാണ്. എന്താണ്, പിസ്റ്റൺ തിരിച്ച് ODCയിൽ നിന്ന് IDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പ്രഷർ ബിൽഡപ്പ് ഇൻ ദ സിലിണ്ടർ. അപ്പോൾ എന്താണ്, സിലിണ്ടറിൻ്റെ അകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്യും. ദിസ് ഹൈ പ്രഷർ കോസ് ദ സക്ഷൻ വാൾവ് ടു ക്ലോസ് ആൻഡ് ഡെലിവറി വാൾവ് ടു ഓപ്പൺ. ഈ ഒരു പ്രഷർ കാരണം നമ്മുടെ സക്ഷൻ വാൾവ് എന്ത് ചെയ്യും, അത് ക്ലോസ് ആവും. കാരണം എന്താണ്, ഇനി തിരിച്ച് ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും, വാട്ടറിനെ ഫോഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു വാട്ടർ എന്ത് ചെയ്യരുത്, തിരിച്ച് ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സക്ഷൻ വാൽവ് ക്ലോസ് ചെയ്യുന്നത്. സക്ഷൻ വാൽവ് ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ ഡെലിവറി വാൽവ് ഓപ്പൺ ആവും. ഡെലിവറി വാൽവ് ഓപ്പൺ ആയാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഡെലിവറി പൈപ്പിലേക്ക് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുക. സോ നൗ ലിക്വിഡ് ക്യാൻ ബി ലിഫ്റ്റഡ് ടു റിക്വയർഡ് ഹൈറ്റ് ത്രൂ ദി ഡെലിവറി വാൽവ് കോൾഡ് ഡെലിവറി സ്ട്രോക്ക്. അപ്പോൾ എന്താണ്, ഈ ഒരു പ്രഷറൈസ് ചെയ്യുമ്പോൾ പിസ്റ്റൺ വാട്ടർ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഡെലിവറി വാൽവിൽ കൂടെ റിക്വയർഡ് ഹൈറ്റിലേക്ക് നമുക്കതിനെ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെ ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡെലിവറി സ്ട്രോക്ക് ദ പിസ്റ്റൺ മൂവ് ഫ്രം IDC ടു ODC ആൻഡ് പാർഷ്യൽ വാക്വം ക്രിയേറ്റഡ്, ദെൻ ഡെലിവറി വാൾവ് ഗെറ്റ് ക്ലോസ്ഡ് ആൻഡ് സക്ഷൻ വാൾവ് ഗെറ്റ് ഓപ്പൺ. അപ്പോൾ എന്താണ്, ഇനി ഈ ഒരു സ്ട്രോക്ക് കഴിഞ്ഞാൽ, അതായത് ഡെലിവറി സ്ട്രോക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിസ്റ്റൺ വീണ്ടും IDCയിൽ നിന്ന് ഇൻ്റർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് ഡെഡ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്യും. ആ ഒരു സമയത്ത് എന്താണ്, അഗെയിൻ നമ്മുടെ ഇതിനകത്ത് പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്താൽ എന്താണ്, അഗെയിൻ സക്ഷൻ വാൽവ് ഓപ്പൺ ആവും, ഡെലിവറി വാൽവ് ക്ലോസ് ആവും. ഇപ്പോൾ ഡെലിവറി വാൽവ് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഡെലിവറി പൈപ്പിനകത്തു നിന്നുള്ള വാട്ടർ എന്ത് ചെയ്യും, സിലിണ്ടറിനകത്തേക്ക്
ബാക്ക് ഫ്ലോ ചെയ്യും. സോ അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഡെലിവറി വാൾവ് അല്ലെങ്കിൽ ഡിസ്ചാർജ് വാൾവ് ക്ലോസ് ചെയ്യുന്നത്. സോ ഇനി ഒരു പാർഷ്യൽ വാക്യൂം ക്രിയേറ്റ് ചെയ്താൽ എന്താണ്, മറ്റേ സക്ഷൻ വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ എന്ത് ചെയ്യും, അഗെയിൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു പ്രഷർ കുറവുള്ള കാരണം, അതായത് പ്രഷർ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, വീണ്ടും സക്ഷൻ നടക്കും. ആൻഡ് ലിക്വിഡ് സക്ക്ഡ് ഫ്രം സം ടു ദി നെക്സ്റ്റ് സൈക്കിൾ. അപ്പോൾ എന്താണ്, സമ്പിൽ നിന്ന് വാട്ടർ സക്ക് ചെയ്തെടുക്കും ഈ ഒരു സിലിണ്ടർ. ദെൻ അടുത്തൊരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. നമുക്കൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ പോലെ തന്നെയാണ് എന്ത് വരുന്നത്, ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഫ്ലൂയിഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്താണ്, അതിന് 2 വാൽവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 2 പൈപ്പ് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, സിലിണ്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സിലിണ്ടറിനകത്ത് ക്രാങ്ക് മെക്കാനിസം കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, ക്രാങ്കിൻ്റെ റോട്ടറി മോഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മൂവറിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഒരു ക്രാങ്ക് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, നോൺ റിട്ടേൺ വാൽവ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, വാട്ടറിൻ്റെ ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് സിലിണ്ടറാണ്, അത് എന്തിനാണ്, വാട്ടർ ഫില്ല് ചെയ്യാനാണ്, അല്ലെങ്കിൽ സക്ഷനും ഡെലിവറി നടത്താൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഈ ഒരു പിസ്റ്റൺ ഐ ഡി സിയിൽ നിന്ന് ഒ ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, പാർഷ്യൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്, വാട്ടർ ലെവലിൻ്റെ മേലെ എപ്പോഴും എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ പ്രഷർ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, ഈ ഒരു സക്ഷൻ വാൽവ് ഓപ്പൺ ആയിട്ട് ആ ഒരു സക്ഷൻ നടക്കും. ദെൻ അടുത്തൊരു സ്ട്രോക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു സ്ട്രോക്കിൻ്റെ പേരാണ് സക്ഷൻ സ്ട്രോക്ക്. ഈ ഒരു സക്ഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും, ഈ ഒരു സിലിണ്ടർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുകയും നമ്മുടെ സക്ഷൻ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ടർ അടുത്തൊരു സ്ട്രോക്ക് നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ഫ്ലോ ഉണ്ടാവും, അത് തടയാൻ വേണ്ടിയിട്ടാണ് വാൽവ് ക്ലോസ് ചെയ്യുന്നത്. ദെൻ പിസ്റ്റൺ ഒ ഡി സിയിൽ നിന്ന് ഐ ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു പിസ്റ്റൺ വാട്ടറിൻ്റെ മേലെ പ്രഷർ കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രഷർ കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ ഡെലിവറി വാൽവ് ഓപ്പൺ ആവും, വാട്ടറിനെ റിക്വയർഡ് ഹൈറ്റിലേക്ക് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സമയത്ത് എന്താവും, ഈ ഒരു ഡെലിവറി സ്ട്രോക്കിൻ്റെ എൻഡിൽ ആ ഒരു സിലിണ്ടർ കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടറിനകത്ത് വെള്ളം മുഴുവൻ എന്താണ്, ഈ ഒരു ഡെലിവറി പൈപ്പിനകത്ത് എത്തിയിട്ടുണ്ടാവും. സോ ആ ഒരു സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും, ഡെലിവറി വാൽവ് ക്ലോസ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി പൈപ്പിൽ നിന്നുള്ള വെള്ളങ്ങൾ തിരിച്ച് ബാക്ക് ഫ്ലോ ഉണ്ടാവും. ഈ ഒരു ഡെലിവറി സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഐ ഡി സിയിൽ നിന്ന് പിസ്റ്റൺ വീണ്ടും ഒ ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യും. സോ ആ ഒരു സമയത്ത് അതിനകത്ത് അഗെയിൻ പാർഷ്യൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. സോ ഇപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് സക്ഷൻ വാൽവ് ഓപ്പൺ ആവും. ദെൻ ഡെലിവറി വാൽവ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്ലോസ് ആവുന്നു. ആ ഒരു സമയത്ത് അടുത്ത സെക്ഷൻ നടക്കും, സിലിണ്ടർ വീണ്ടും ഫില്ലാവും. ദെൻ നെക്സ്റ്റ് സ്ട്രോക്ക് എന്തായിരിക്കും, സക്ഷൻ സ്ട്രോക്ക് ആയിരിക്കും, മീൻസ് ഡെലിവറി സ്ട്രോക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ സിംഗിൾ ആക്ടിങ് സിംഗിൾ സിലിണ്ടറാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ്, സിംഗിൾ ആക്ടിങ് കൊണ്ട് ഡബിൾ ആക്ടിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കാം. സിംഗിൾ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് കോൺടാക്ട് വിത്ത് വൺ സൈഡ് ഓഫ് ദി പ്ലങ്കർ. അപ്പോൾ എന്താണ്, ഈ പ്ലങ്കറിൻ്റെ ഒരു സൈഡിൽ മാത്രം എന്താണ് വാട്ടറിൻ്റെ കോൺടാക്റ്റ് വരുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, 1 സെക്ഷൻ ആൻഡ് ഡെലിവറി ഇൻ 1 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക്. അപ്പോൾ ഈ ഒരു ക്രാങ്കിൻ്റെ 1 റെവല്യൂഷനിൽ, അതായത് ഒരു 360 ഡിഗ്രി റെവല്യൂഷനിൽ എന്തുണ്ടാവുള്ളൂ, ഒറ്റ സെക്ഷനും ഒറ്റ ഡെലിവറി നടക്കുള്ളൂ. ദെൻ ഡബിൾ ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കോണ്ടാക്ട് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി പ്ലങ്കർ. അപ്പോൾ എന്താണ്, വാട്ടർ എന്താണ് പ്ലങ്കറിൻ്റെ 2 സൈഡിലും കോണ്ടാക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, 2 സെക്ഷൻ ആൻഡ് 2 ഡെലിവറി സ്ട്രോക്ക് കംപ്ലീറ്റ്സ് ഇൻ 1 റെവല്യൂഷൻ. അപ്പോൾ ഒറ്റ റെവല്യൂഷനിൽ, അതായത് ക്രാങ്കിൻ്റെ 360 ഡിഗ്രി റെവല്യൂഷനിൽ 2 സ്ട്രോക്ക്, അതായത് 2 ഡെലിവറി സ്ട്രോക്കും 2 സെക്ഷൻ സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത്. സോ ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ഫിഗർ വെച്ചിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐ ഡി സിയിൽ നിന്ന് ഒ ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യും. ആ സമയത്ത് എന്താണ്, നമ്മുടെ സെക്ഷൻ വാൽവ് ഓപ്പൺ ആവും, വെള്ളം എന്ത് ചെയ്യും, ഈ ഒരു സിലിണ്ടറിനകത്തേക്ക് ഫില്ലാവും. ദെൻ ഒ ഡി സിയിൽ നിന്ന് എന്ത് ചെയ്യും, ഐ ഡി സിയിലേക്ക് പിസ്റ്റൺ ട്രാവൽ ചെയ്യും. അപ്പോൾ സെക്ഷൻ വാൽവ് ക്ലോസ് ആവും, ഡെലിവറി വാൽവ് ഓപ്പൺ ആവും. ദെൻ ഡിസ്ചാർജ്, വാട്ടറിൻ്റെ ഡിസ്ചാർജ് നടക്കും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒറ്റ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതോടുകൂടി അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു ഡബിൾ ആക്ടിങ്ങിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു പിസ്റ്റൺ നോക്കുക.
അതായത് ഇതിനകത്ത് സെക്ഷൻ 1 അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സൈഡിൽ സെക്ഷൻ 2 രണ്ട് സെക്ഷൻ പൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 2 ഡെലിവറി പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡെലിവറി പൈപ്പിനകത്ത് വാൽവ് അതുപോലെ തന്നെ സെക്ഷൻ പൈപ്പിനകത്തും വാൽവ് വരക്കാൻ മറന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്താണ് സെക്ഷൻ, ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്താണ് റൈറ്റ് സൈഡിലേക്ക് ഒരു പിസ്റ്റൺ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു സിലിണ്ടറിൻ്റെ ഒരു സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യും, വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്താൽ എന്താണ് സെക്ഷൻ 1, അതായത് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ വാൽവ് ഓപ്പൺ ആവും. അതായത് ഈ സെക്ഷൻ 1 എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു പൈപ്പിനകത്തുള്ള ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും, ഇതിനകത്തേക്ക് വാട്ടർ എൻട്രി അല്ലെങ്കിൽ സക്ഷൻ നടക്കും. ആ സമയത്ത് എന്താണ് നേരത്തെ മുൻപ് ഫില്ലായിട്ടുള്ള വാട്ടർ എന്താണ് പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം ആദ്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് സെക്ഷൻ നടന്നു. ഈ ഒരു പിസ്റ്റൺ എന്താണ് ഈ റൈറ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സിലിണ്ടർ ഫില്ലാവും. സിലിണ്ടർ ഫില്ലായാൽ സെക്ഷൻ വാൽവ് ക്ലോസ് ആവും. ദെൻ ഈ ഒരു പിസ്റ്റൺ എന്താണ് ഇനി റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും, സിലിണ്ടറിൻ്റെ അകത്ത് പ്രഷർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് ഡെലിവറി വാൽവ്, അതായത് ഡെലിവറി 1 എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള സിലിണ്ടർ ഫില്ലായിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു വാട്ടർ ഇതിനകത്തൂടെ ഡെലിവറി അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ആ ഒരു സമയത്ത് നമുക്കെന്താണ് ഈ ഒരു സൈഡിൽ, അതായത് പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ സെക്ഷൻ നടക്കും. അപ്പോൾ ഈ ഒരു പിസ്റ്റൻ്റെ ലെഫ്റ്റ് സൈഡിലും വാട്ടർ ഉണ്ടാവും, റൈറ്റ് സൈഡിലും വാട്ടർ ഉണ്ടാവും. എന്താണ് ഈ ഒരു പിസ്റ്റൺ ലെഫ്റ്റ് എൻഡിൽ എത്തുമ്പോൾ ഈ ഒരു സൈഡ് റൈറ്റ് സൈഡ് എന്താവും, സിലിണ്ടറിൻ്റെ റൈറ്റ് സൈഡ് ഫില്ലാവും. റൈറ്റ് സൈഡ് ഫില്ലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിസ്റ്റൺ എന്താണ് ആ ഒരു എൻഡ്, അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ഡെലിവറി 2 എന്ന് പറയുന്ന ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ദെൻ ഇതിനകത്ത് കൂടെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് PM ALN/60 എന്നാണ് വരുന്നത്. കിലോ വാട്ട്സിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ദെൻ ഈ ഒരു സിലിണ്ടറിൻ്റെ ഏരിയ, L എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്ത്, പിന്നെ PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, ദെൻ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്. ഈ ഒരു പിസ്റ്റൻ്റെ സ്പീഡാണ് വരുന്നത്, അത് RPM-ലായിരിക്കും. സോ അതിനെ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടിലാണ് എന്ത് കിട്ടുന്നത്, ഇതിനകത്തുള്ള പവർ കിട്ടുന്നത് അല്ലെങ്കിൽ വർക്ക് വരുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണെന്ന് തോന്നുന്നു ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പോൾ നമ്മൾ എന്താണ് വർക്കിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ അപ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് ഇതിൻ്റെ യൂസേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓവർ ദി സെൻട്രിഫ്യൂഗൽ പമ്പ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ എന്താണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസേജ് ഏതൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പമ്പ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യേണ്ടി വരുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. വർക്കിംഗ് എന്താണ് വളരെ സിമ്പിളാണ്. ഒരിക്കൽ സെൻട്രിഫ്യൂഗൽ ആക്ഷനാണ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്, അത്ര വ്യത്യാസം വരുന്നുള്ളൂ.